Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 249 ലൈവ് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഇന്നത്തെ വെബിനാറില് നമ്മളെ പാട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ ശ്രീ ബെന്നി തോമസ് പരിമണത്തിനെയാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ അഡ്മിന്മാരിൽ ഒരാള് ബെന്നി തോമസ് പരിമണം ഇപ്പൊ USA നോർത്ത് കരോളിന ഇടവക അംഗമാണ്. നമ്മുടെ ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ എല്ലാ വെബിനാറിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ആളും ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ്. അതുകൂടാതെ വളരെയധികം വ്യത്യസ്തമായ കഴിവുകളും ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന വ്യക്തിയുമാണ്. പാട്ട് പാടുന്ന കാര്യത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. ബെന്നി തോമസ് പരിമണത്തിനെ ഇപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വാരികയിൻ അനുഗ്രഹമാടിയാരിൽ അളവന്യെ പകരാൻ. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വാരികയിൻ അനുഗ്രഹമാടിയാരിൽ അളവന്യെ പകരാൻ. പിച്ചള സർപ്പത്തെ നോക്കിയ മനുജർ, പിച്ചള സർപ്പത്തെ നോക്കിയ മനുജർ, കൊക്കെയും അനുഗ്രഹ ജീവൻ നീ നൽകിയേ. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വാരികയിൻ അനുഗ്രഹമാടിയാരിൽ അളവന്യെ പകരാൻ. എന്നിൽ നിന്നു കൂടി ചീടുന്നോർ വായറ്റിൽ നിൻ അനുഗ്രഹ ജലനാഥി ഒഴുകുമെന്നരുളി നീ. എന്നിൽ നിന്നു കൂടി ചീടുന്നോർ വായറ്റിൽ നിൻ അനുഗ്രഹ ജലനാഥി ഒഴുകുമെന്നരുളി നീ. 12 അപ്പോസ്തലന്മാരിൽ കൂടാദ്യമായി, 12 അപ്പോസ്തലന്മാരിൽ കൂടാദ്യമായി പെന്തക്കോസ്തിൻ നാളിൽ ഒഴുകിയ വന്നതി. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരിക. ആത്മമാരി കൂടാതെങ്ങനെ ജീവിക്കും, ദേശങ്ങൾ വരണ്ടുപോയി ദൈവമേ കാണണേ. ആത്മമാരി കൂടാതെങ്ങനെ ജീവിക്കും, ദേശങ്ങൾ വരണ്ടുപോയി ദൈവമേ കാണണേ. യോവേൽ പ്രവാചകൻ ഉരച്ച നിൻ വാഗ്ദത്തം, യോവേൽ പ്രവാചകൻ ഉരച്ച നിൻ വാഗ്ദത്തം ഞങ്ങളിൽ ഇന്നു നീ നിവൃത്തിയായിടണം. അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരിക.
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പരപിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 249 വെബിനാറായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കൂടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 248 വെബിനാറുകൾ വളരെ അനുഗ്രഹീതമായി നടത്തുവാനായി ദൈവം സഹായിച്ചല്ലോ. വിവിധ വിഷയങ്ങൾ കർത്താവെ പഠിക്കുവാനും കേൾക്കുവാനും കർത്താവെയൊക്കെയും ഞങ്ങൾക്ക് സാധിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നും ദൈവമേ 249 വെബിനാറിൽ കർത്താവെ ഒരു പുതിയ വിഷയം പഠിക്കുവാനായി കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, മതേതരത്വം ഭീഷണിയിൽ എന്ന വിഷയം കർത്താവെ ഇന്ന് ഞങ്ങൾ കേൾക്കുവാനായിട്ട് പോവുകയാണല്ലോ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന ദൈവമേ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഒരു മതേതര രാജ്യമായിരിക്കുന്ന ഭാരതത്തിൽ കർത്താവെ അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നന്മകളുമൊക്കെയും കർത്താവെ അനുഭവിപ്പാനായി ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്നാൽ കർത്താവെ, പല സമയങ്ങളിലും കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവമേ മത സ്വാതന്ത്ര്യമൊക്കെയും കർത്താവെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലോട്ടൊക്കെയും പോയത് ഞങ്ങളോട് ക്ഷമിക്കുമാറാണമേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ പഹൽഗാമിലുണ്ടായ കർത്താവെ ഭീകര ആക്രമണത്തിൽ ദൈവമേ ഏതാണ്ട് 26ഓളം പേർക്ക് കർത്താവെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കർത്താവെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് കർത്താവെ ദൈവമേ അവരുടെ സ്വന്തക്കാരെയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭീഷണിയുടെ സാഹചര്യത്തിലൂടെ കർത്താവെ, ഒരു വൈഷമ്യത്തിൻ്റെ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെയും ദുരുപയോഗം ചെയ്യുവാൻ കർത്താവെ ആരെയും അവിടുന്ന് അനുവദിക്കരുതേ കർത്താവെ. രാജ്യത്തിന് നേരിടുന്ന ഭീഷണിയൊക്കെയും കർത്താവെ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരുമാറാകണമേ കർത്താവെ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് വെബിനാറിന് നേതൃത്വം കൊടുക്കുന്ന ജോൺ സാമുവൽ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് എത്രത്തോളം കാലം കർത്താവെ സാറിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല നേതൃത്വത്തിനായി ഒക്കെയും ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. സമൂഹത്തിന് കൊള്ളാവുന്ന വ്യക്തിയായി കർത്താവെ, നന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ടൊക്കെയും കർത്താവെ സാറിനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുന്ന വിഷയം കർത്താവെ അത് സാറിലൂടെ കേൾക്കുമ്പോൾ ദൈവമേ അതൊക്കെയും ഞങ്ങളുടെ മനസ്സിൽ പതിയുവാനും കർത്താവെ അപ്രകാരം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെയും ക്രമീകരിപ്പാനും ഒക്കെയും അവിടുന്ന് സഹായിക്കുമാറാണമേ. മീറ്റിങ്ങിൻ്റെ ആദ്യോടൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഈ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ കർത്താവെ ഇന്ന് മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അവരായിരിക്കുന്നത് ദൈവമേ അവിടുന്ന് മറച്ചുകൊള്ളുമാറാണമേ കർത്താവെ. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ വഴി നടത്തണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് മോഡറേറ്ററായിട്ടിരിക്കുന്ന കർത്താവെ രാജുവഞ്ചേരി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. യേശു കർത്താവ് മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി സാറ് ഏറ്റവും മനോഹരമായ ഗാനമാണ് ആലപിച്ചത്. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ലഭിച്ചത് ആ സമയത്ത്. അതുപോലെ നല്ല മനോഹരവും നല്ല സെലക്ഷനുമായിരുന്നു പാട്ട്. അതുപോലെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയും നടത്തി. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെയാണ്. രാജു അഞ്ചേരി അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വെബിനാറിനൊരു മുഖവരയുടെ ആവശ്യമില്ല. കാരണം മിക്കവാറും എല്ലാ വെബിനാറിലും സംബന്ധിക്കുന്ന വ്യക്തിയാണ്. അച്ഛന് എന്തെങ്കിലും അത്ര ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാതിരിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ വെബിനാറുകളിലും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തി. ഏറ്റവും രസകരമായ സംഗതി, 2020 ജൂലൈ മാസം 25 നമ്മൾ ആദ്യമായിട്ട് വെബിനാർ ആരംഭിച്ചപ്പോഴും അച്ഛൻ തന്നെയായിരുന്നു മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ചത്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റർ ടു ലൈറ്ററിന്റെ ഒരു സഹചാരിയായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ അച്ഛന്റെ മറ്റൊരു പ്രത്യേകത, അച്ഛൻ എന്നും ഫോർവേഡായ കാര്യങ്ങളിലും സഭയുടെ നവീകരണ ദർശനത്തിലും അടിയുറച്ച് നിന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അച്ഛന്റെ ഈ രംഗത്തെ നിലപാടുകളെയൊക്കെ ഞങ്ങൾ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ യോഗത്തില് അച്ഛൻ മോഡറേറ്റർ ചെയ്യുമ്പോൾ ജോൺ സാമുവേൽ സാറിനെ പോലെ ഒരു ഉന്നത വ്യക്തിത്വം വിഷയം അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ തന്നെ
ഈ മോഡറേറ്ററായിട്ട് വേണമെന്നുള്ളത് വലിയൊരു താല്പര്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. അച്ഛനെ മർത്തോമാ സഭയിലെ കൗൺസിൽ അംഗമായിട്ട്, സഭാ കൗൺസിൽ അംഗമായിട്ട് 2 ടേം, അതുപോലെ വൈദിക സെലക്ഷൻ ബോർഡ്, മർത്തോമാ സഭയുടെ ഉന്നതമായ എല്ലാ സമിതികളിലും അച്ഛൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ അച്ഛൻ ഒരു തിയോളജിയനാണ്. മുളന്തുരുത്തി സെമിനാരിയിലും തിരുവല്ലായിലും ഒക്കെ അച്ഛന് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ കൊമ്പാടിയിലും മുളന്തുരുത്തിയിലും അച്ഛൻ തിയോളജിയനായിട്ട് തന്നെ അധ്യാപകനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും സഭയുടെ ഒരു മുൻപേ പറക്കുന്ന പക്ഷി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ. അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും ഇനി അച്ഛന് ബാക്കി ചുമതലകൾ നിർവഹിക്കുന്നതാണ്. താങ്ക് യു വിൽസൺ. 249 നമ്മുടെ വെബിനാറിൽ എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ച മിസ്റ്റർ വിൽസണുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. സെക്യുലറിസം ഓൺ ട്രയൽ, മതേതരത്വം ഭീഷണിയിൽ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരികയും ഫാസിസ്റ്റ് ശക്തികൾ രാജ്യം അവരുടെ കൈപ്പടിയിലാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയും മൃഗീയമായ ഒരു ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ രാഷ്ട്രത്തെ തന്നെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ മനസ്സിലിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യന് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എല്ലാ മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് ഒരു നവഭാരതം സൃഷ്ടിക്കാനുമുള്ള മതേതരത്വ പ്രഖ്യാപനങ്ങളെ സംശയങ്ങളോടെ വീക്ഷിക്കുകയും മതേതരത്വ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുകയും ചെയ്യുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതരത്വം ഭീഷണിയിൽ എന്ന ഈ വിഷയം വളരെ പ്രസക്തമായ ഒന്നാണ്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ സാമുവൽ സാറാണ്. 70കളിൽ അതിൻ്റെ ആദ്യം SCMന്റെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴാണ് ജോൺ സാമുവലുമായിട്ട് ഞാൻ അടുത്ത ബന്ധത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ജോൺ സാമുവലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഞാനതിൽ ഒരു സ്ഥിരം മിനിക്കഥകൾ എഴുതുന്ന ആളായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ എഴുത്തുകൾ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് കേരള എക്യൂമെനിക്കൽ യൂത്ത് മൂവ്മെൻറ്റ് 73, 74, 75 നടക്കുമ്പോൾ ജോൺ സാമുവൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരു പോരാളിയാണ്. പോരാളി എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. അതുകൊണ്ട് അദ്ദേഹം സഭയോട് പലപ്പോഴും കലഹിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സഭയ്ക്കയുടെ ഉന്നത അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സമയത്ത് കോടതിയിലെ നീതി തേടി അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ തളരാത്ത മനസ്സുമായ നീതിക്കുള്ള പോരാട്ടങ്ങൾ ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. മലങ്കര മാർത്തോമാ സഭ ദാർശനിക ചരിത്ര അന്വേഷണം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം വളരെ ചരിത്രപരമായ പഠനം നിർവഹിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരള സമൂഹത്തിലെ, പ്രത്യേകിച്ച് സഭാ വിശ്വാസ സമൂഹത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാൻ പോവുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അട്ടിമറിയുടെ സുവിശേഷം എന്നാണ് അതിൻ്റെ പേര്. അത് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം നിരവധിയായിട്ടുള്ള ലേഖനങ്ങളൊക്കെ നമ്മുടെ സമകാലീന മാസികകളിലൊക്കെ എഴുതി സഭാജനങ്ങളെ പ്രബുദ്ധരാക്കാനെന്നും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉന്നത വ്യക്തിത്വത്തെ ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ നമുക്ക് ലഭിച്ചത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ജോൺ സാമുവൽ സാറിനെ ഞാൻ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയും വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. 249 ലൈറ്റ് ടു ലൈറ്റ് വെബിനാറിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ
വെബിനാറുകൾ പോലെയുള്ള ഒരു സംഘാടനമല്ല വിൽസന് നടത്തേണ്ടി വന്നത്. സാധാരണ വിൽസൺ വിഷയവുമായി പലരെയും സമീപിച്ച് അവരെ കൊണ്ട് ഇത് സാധിച്ചെടുക്കുക ചെയ്തത്. എൻ്റെ കേസിൽ അങ്ങനെ ഉണ്ടാകാനിടയായില്ല. കാരണം ഞാൻ ഈ വിഷയം വിൽസനുമായിട്ട് ആലോചിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു വെബിനാറിൽ അവതരിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ വിൽസനോട് പറഞ്ഞ അനുസരിച്ചാണ് ഈ ഒരു വെബിനാർ നടത്തുവാൻ ഇടയായത്. കാരണം ഈ വിഷയം ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഉള്ള എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും എൻ്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകം സംബന്ധിച്ചിട്ടുള്ളതായ പരന്ന വായനയുടെ കൂട്ടത്തിൽ ഈ വിഷയവുമൊക്കെ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല പല വിഷയങ്ങൾ സംബന്ധിച്ച് ഞാനൊരു 3-4 ലേഖനങ്ങൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അത് പുറത്ത് പോയിട്ടില്ല. അതിൽ നിന്നെല്ലാം കൂടെ രൂപീകരിക്കപ്പെട്ട ഒരു വിഷയം, ഒരു ലേഖനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ ഒരു അവസരം എനിക്ക് ലൈറ്റ് ടു ലൈറ്റിൽ തന്നതിൽ ഉള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. പിന്നെ രാജവഞ്ചേരിയുമായിട്ട് 50-60 വർഷത്തെ പരിചയമാണ്. കൊച്ചു പയ്യരായിട്ടിരിക്കുമ്പോഴേ ഉള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് രാജവഞ്ചേരിച്ചൻ ഇത് മോഡറേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ എൻ്റെ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് ആമുഖമായിട്ട് അംബേദ്കർ 1949 നവംബർ 25-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെയധികം പ്രവചനോന്മുഖമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് അംബേദ്കർ അന്ന് ഇത് പ്രവചിച്ചത്. അത് ഇപ്രകാരമാണ്: 1950 ജനുവരി 26-ന് നാം വൈരുദ്ധ്യങ്ങളുടെ ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുക. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വമുണ്ടാകും, സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ അസമത്വം. രാഷ്ട്രീയ ജീവിതത്തിൽ നാം ഒരാൾക്ക് ഒരു വോട്ടിന് ഒരു മൂല്യം എന്ന തത്വം അംഗീകരിക്കുവാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടന കാരണം സാമ്പത്തിക ജീവിതത്തിൽ ഒരാൾക്ക് ഒരു മൂല്യം എന്ന തത്വം നിഷേധിക്കപ്പെടുന്നത് തുടരും. വൈരുദ്ധ്യങ്ങളുടെ ഈ ജീവിതം നമുക്ക് എത്ര നാൾ തുടരാനാകും? അത് ഏറെക്കാലം തുടർന്നാൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് പറ്റുന്നത്ര വേഗത്തിൽ നാം ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഈ സഭ അധ്വാനിച്ച് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഘടനയെ തകർക്കും. ഈ ഒരു പ്രസ്താവന എൻ്റെ ഈ ലേഖനത്തിന് വളരെയധികം ഒരു പ്രസക്തമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയായി പറയപ്പെടുന്നത് നാനാത്വത്തിലെ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. എന്നാൽ ഇന്ത്യ സ്വതന്ത്രയായി 7 ദശകങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ നാനാത്വത്തിൽ ഒരു ഏകീകൃത സമൂഹമായി നിർമ്മിക്കുന്നതിന് മതേതര ജനാധിപത്യ സമ്പ്രദായം ബലഹീനമായോ എന്ന് സന്ദേഹിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇന്ത്യൻ ജനതയെ വിഭജിക്കുന്ന ജാതി, മതം, ഭാഷ, ദേശം, വംശം എന്നിവ സംബന്ധിച്ച ഒരു അവബോധം ധ്വംസാത്മകമായി പുനരവതരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആശങ്കാജനകവുമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ജാതീയതയാണ്. ജാതീയത ഇന്ന് മതജാതീയതയായി അതിജീവിച്ച് വികസിച്ച് രാഷ്ട്രീയ സ്വരുക്കൂട്ടുകൾക്ക് ഊർജം പകരുന്ന ശക്തി സ്രോതസ്സായി വരെ ഭവിച്ചിരിക്കുന്നത് സ്ഫോടനാത്മകമായ പ്രവണതയാണ്. അപ്രകാരം ഒരു ഇന്ത്യക്കാരൻ എന്നതിലുപരി മത ന്യൂനപക്ഷ ജാതിക്കാരനോ മുന്നോക്ക ജാതിക്കാരനോ എന്ന് തുടങ്ങുന്ന വിഘടിത മേൽവിലാസങ്ങളിൽ സ്ഥായീഭാവം പോകുന്നതിൽ ഭാരതീയർ അഭിലഷിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് അടിവരയിടുന്നതാണ് ജാതിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ
തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി പട്ടിക നിർണയിക്കുകയും അതിൻ്റെ നടത്തിപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് മതജാതി വർഗബോധം ജനങ്ങളിൽ ഉത്തേജിപ്പിക്കുന്നതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും മത്സരത്തിലുമാണ്. ജാതിയുടെ രൂപീകരണം സംബന്ധിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഇന്ത്യയിൽ മാത്രം ദർശിക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക പ്രതിഭാസമാണ് ജാതി വ്യവസ്ഥ. നാഗരികതയുടെ പ്രാരംഭ ദിശയിൽ ലോകത്തിൽ പലയിടത്തും ജാതിയുടെ പ്രാകൃതഭാവം കാണാവുന്നതാണ്. പ്രവർത്തന വിഭജനമായിരുന്നു ഇതിൻ്റെയൊക്കെയും മാനദണ്ഡം. എന്നിരുന്നാലും മതപരവും സാമ്പത്തികവും വംശീയവുമായ ഘടകങ്ങളും ജാതി വ്യവസ്ഥയുടെ രൂപീകരണത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പണ്ഡിത അഭിമതം. ഇന്ത്യയിൽ പൂർവ്വ നിവാസികളോടൊപ്പം ആര്യന്മാർ അധിവസിക്കുവാൻ തുടങ്ങിയ കാലം മുതലേ ഒരുതരം പ്രവൃത്തി വിഭജനം രൂപപ്പെട്ടതായി നമുക്ക് കാണാം. തുടർന്ന് വർണ്ണവ്യത്യാസം, അയിത്തം തുടങ്ങിയവയായി പരിണമിച്ച് വിഭജനത്തെ വ്യവസ്ഥാപിതമാക്കി ഒരുവന്റെ ജാതി നിർണയം ജന്മാധിഷ്ഠിതമായി. കൂടാതെ പ്രസ്തുത വ്യവസ്ഥിതി ബ്രാഹ്മണ മതത്തിന്റെ ഒരു പ്രധാന ഘടകവുമായി തീർന്ന് ജാതി വ്യവസ്ഥ മതത്തിന്റെ സ്വാധീനത്തിലുമായി. അപ്രകാരം ബുദ്ധ, ജൈന, ശൈവ, വിഷ്ണു മതാനുയായികളെ ഹിന്ദുമതക്കാരായി ബ്രാഹ്മണർ തങ്ങളോടൊപ്പം നിർത്തി. ശൈവ വിഷ്ണു മതത്തെ എതിർത്ത ബുദ്ധ ജൈന മതക്കാരെ അവർണരുമാക്കി. മേൽത്തട്ടുകാരായി വിരാജിച്ച ബ്രാഹ്മണർ കീഴ്ത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ അടിച്ചമർത്തി അവർക്ക് പ്രാഥമിക ജീവിത സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് സാമൂഹിക അസമത്വത്തിന് ആക്കം കൂട്ടി. അങ്ങനെ മതത്തിന്റെ പരിവേഷത്തിനും സ്വാധീനത്തിനും ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ പ്രബലപ്പെട്ടു. നമ്മുടെ സ്വാതന്ത്ര്യപൂർവ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് അല്പസമയം നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഇപ്രകാരം ജാതി മത ഭേദങ്ങളാൽ വിഭജിക്കപ്പെട്ട ഒരു ഇന്ത്യൻ സമൂഹമാണ് 19-ാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ വ്യത്യസ്തവുമായിരുന്നു. സവർണ ഹിന്ദുക്കൾ പ്രതീക്ഷിച്ചത് പ്രാചീന ഭാരതത്തിലെ മൗര്യ, ഗുപ്ത, ഹർഷ മഹാസാമ്രാജ്യങ്ങളുടെ ആവിഷ്കാരമായിരുന്നു. മുസ്ലിങ്ങൾ അഭിലഷിച്ചത് ഡൽഹി സുൽത്താൻ വാഴ്ചയും മുഗൾ സാമ്രാജ്യത്തിന്റെ കാഴ്ചപ്പാടിലുമൊക്കെയായിരുന്നു. രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യം ആവർത്തിക്കപ്പെടുമെന്ന് സിഖുകാരും മോഹിച്ചു. ഹൈന്ദവ ജാതിക്കാർക്കും ഗോത്രവർഗക്കാർക്കുമെല്ലാം അവരുടേതായ പ്രത്യേക കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സമൂഹത്തെ വിഘടിപ്പിച്ച് നിർവീര്യരാക്കുവാൻ ബ്രിട്ടീഷുകാർ കുതന്ത്രങ്ങൾ മെനഞ്ഞതിന്റെ തിക്തഫലങ്ങളാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ജാതി മത സ്പർദ്ധയും സംഘടനകളും. ഇവയിൽ നിർണായകമായിരുന്നത് ബ്രിട്ടീഷുകാരുടെ പരസ്യ പിന്തുണയോടെ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ഒരു ആവശ്യം ഉന്നയിപ്പിച്ച് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. ഇതിന്റെ അനന്തരഫലമായിരുന്നു സ്വകീയ വിഭാഗീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ സാമുദായിക സംഘടനകൾ സംഘടിച്ചത്. ഈ കാലയളവിലാണ് രാഷ്ട്രീയ സേവക സംഘ് RSS രൂപീകൃതമാകുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതിൻ്റെയൊക്കെ ചലനങ്ങളായിരുന്നു 1930-കളിൽ ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ നിഴലിച്ചതും ഇൻഡോ പാക് വിഭജനത്തിന് തുടക്കമായത്. ഇപ്രകാരം ജാതി മത വിഘടനവാദങ്ങൾ ശക്തമായതോടെ ഇന്ത്യൻ ദേശീയത ഭീഷണിയിലായി. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ ചരിത്രം മുതലേ ഈ പ്രവണത പല ഘട്ടങ്ങളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യ സമരം തീവ്രമായ കാലം മുതൽ ഹിന്ദു മുസ്ലിം മതാധിഷ്ഠിത ദേശീയതയും, അതായത് തിയോക്രാറ്റിക് നാഷണലിസം, മതനിരപേക്ഷത ദേശീയതയും, സെക്യുലർ നാഷണലിസം തമ്മിൽ സംഘർഷങ്ങൾ നിലനിന്നിരുന്നതായി കാണാം. അപ്രകാരം സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ സമുദായോന്മുഖവും മതേതരോന്മുഖവും അധീശത്വപരവും എന്നീ 3 പ്രവണതകൾ ഉടലെടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ 3 പ്രവണതകളെ പറ്റി അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ, ബുദ്ധ, ജൈന, സിഖ് എന്നീ ഓരോ മതത്തിൻ്റെയും അഭിവൃദ്ധിയിലൂടെ വിശാലമായ ഒരു ദേശീയ സമൂഹം പടുത്തുയർത്തുക എന്നതായിരുന്നു സമുദായോന്മുഖ ദേശീയയുടെ കാതൽ. പല ആദ്യകാല ദേശീയ നേതാക്കളും ഒരു പരിധിവരെ നവഹിന്ദുവാദിയായിരുന്ന മഹാത്മാഗാന്ധിയും സമുദായോന്മുഖ ദേശീയതയുടെ പ്രയോക്താക്കളായിരുന്നു. എന്നാൽ
1920കളോടെ സാമുദായികോന്മുഖ ദേശീയത പിൻവാങ്ങി മതനിരപേക്ഷ ദേശീയത മുൻപന്തിയിലേക്ക് ഉയർന്നു. മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഈ ചിന്തയുടെ വ്യാഖ്യാതാക്കളായിരുന്നു. പ്രസ്തുത വീക്ഷണത്തിൽ മതങ്ങളുടെ അംഗങ്ങൾ എന്ന നിലയിലല്ല, പൗരന്മാരെന്ന നിലയിൽ ഓരോ ഇന്ത്യക്കാരുടെയും കൂട്ടായ്മയാണ് ഇന്ത്യൻ രാഷ്ട്രം എന്നുള്ള ചിന്തയായിരുന്നു ഈ മതേതര ദേശീയതയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻഡോ പാക് വിഭജനവും തുടർന്നുണ്ടായ കൊലയും വർഗീയ കലാപങ്ങളും ഹിന്ദു തീവ്രവാദിയാൽ നടപ്പാക്കപ്പെട്ട ഗാന്ധിവധവും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് മതാധിഷ്ഠിത ദേശീയവാദത്തിന്റെ ശക്തിയെയാണ്. ഇന്നും ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ മതാധിഷ്ഠിത സിദ്ധാന്തങ്ങളുടെ സംഘർഷം വളരെ പ്രകടമാണ്. ഈ സ്ഥിതി വിശേഷം വെച്ച് പുലർത്തുന്നതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ തൽപരരാണ്. അതിന്റെ കാരണം ഈ കൂട്ടർ എല്ലാവരും തന്നെ മതേതര ദേശീയതയെ പിന്തുണച്ചത് സാമുദായിക താല്പര്യങ്ങളെ തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് മതേതരത്വം തടസ്സമാകുകയില്ല എന്നുള്ള ബോധ്യത്തിലായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ പൂർവ്വകാലം മുതലേ നിലനിന്നിരുന്ന സമുദായോന്മുഖ ദേശീയതയുടെ ഒരു വികല പാഠഭേദമായ അധീശത്വ ദേശീയത അനുസ്യൂതം വളർന്ന് ഇന്ന് സജീവമായി മൂന്നാമത്തെ പ്രവണതയായി തീർന്നിരിക്കുന്നു. ഇതിന്റെ മുഖമുദ്ര ന്യൂനപക്ഷ സമുദായങ്ങളുടെ മേൽ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തിന്റെ മേൽക്കോയ്മയാണ്. ഇത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഐക്യത്തെ പിടിച്ച് കുലുക്കിയിരിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് മതേതരത്വം എന്നുള്ള സങ്കല്പം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ സമതുലനം ചെയ്യുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്വം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിക്ഷിപ്തമായിരുന്നു. അപ്രകാരം ഒരു ബഹുമത സമൂഹത്തിനായി വിഭാവനം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന് അവകാശപ്പെട്ട മൗലിക അവകാശങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രായോഗികമാകണമെങ്കിൽ ഭരണ സംവിധാനം മതേതരത്വത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് അംഗീകരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ പരിഗണന ഈ യുക്തിക്ക് എതിരാണ്. അതായത് ഇന്ത്യയിലെ മത, ജാതി, ലിംഗ, ഭാഷ, ദേശ പരിഗണനകൾ കൂടാതെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിൽ അധിവസിക്കുന്നവർക്കും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രയോഗിക്കുവാൻ അവസരമൊരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തുടർച്ചയാണ് മതേതരത്വം. മധ്യകാലം മുതൽ സംഘർഷങ്ങളും അപഭ്രംശങ്ങളും സംജാതമായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ബഹുമത സ്വഭാവത്തെ ആദരിച്ച ഒരു രാഷ്ട്രീയ ശൈലി ഇന്ത്യൻ സ്റ്റേറ്റ് സ്വായത്തമാക്കിയിരുന്നു. എല്ലാ മതങ്ങളോടും ആദരവും ഒരു മതത്തോടും പ്രത്യേക മമതയും പരിഗണനയുമില്ലാതെ മതങ്ങളിൽ നിന്നും സമദൂരം പാലിച്ച് നിർത്തുന്ന മതേതരത്വ ദർശനം ഉൾക്കൊള്ളുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് പ്രസ്തുത ചരിത്രാനുഭവങ്ങളായിരുന്നു. മറിച്ച് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത തത്വദർശനമോ ചരിത്രത്തിലെ ഒരു അത്യാഹിതമോ ഒന്നുമല്ലായിരുന്നു ഇന്ത്യൻ മതേതരത്വം. അത് ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രാനുഭവങ്ങളിലും സാംസ്കാരിക ചലനാത്മകതയിലും വേരുറച്ചതാണ്. അപ്രകാരം സവിശേഷ ചരിത്ര സാഹചര്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ മതേതരവൽക്കരണ പ്രക്രിയ യൂറോപ്പിന്റെ അനുഭവത്തിൽ നിന്നും വളരെ വിഭിന്നമായിരുന്നു. ലൗകികവും ദൈവികവും തമ്മിലുള്ള സംഘർഷത്തെയാണ് പൊതുവെ മതേതരവൽക്കരണം പ്രദാനം ചെയ്യുന്നതെങ്കിലും അതിന്റെ പ്രകൃതി സ്വഭാവവും എല്ലാ രാജ്യങ്ങളിലും ഒരേ മാതിരി ആയിരിക്കുകയില്ല. യൂറോപ്പിൽ ക്രൈസ്തവ സഭയും ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും മതാധികാരത്തിൽ നിന്നും സ്റ്റേറ്റ് വിമോചിതമാവുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ രാഷ്ട്രീയവും മതപരവുമായ അധികാരങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അനന്തര ഫലമായി ഉണ്ടായതല്ല മതേതരത്വം. ഇന്ത്യയിൽ സ്റ്റേറ്റും മതവും തമ്മിലുള്ള വ്യതിരിക്തത മതേതര രാഷ്ട്രീയ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഒരു മുൻ ഉപാധിയായിരുന്നു. അത്തരം വിഭജനം കൂടാതെ മതേതരത്വ സംവിധാനം പരിരക്ഷിക്കപ്പെടുക സാധ്യവുമല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മതനിരപേക്ഷത സ്വഭാവത്തിന്റെ സംഗതമായ വ്യാഖ്യാനം 4 BJP സർക്കാരുകളെ പിരിച്ചുവിട്ട സുപ്രീം കോടതി വിധികളിൽ 1994 95 വളർന്നെന്നാണ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മതേതര സമൂഹത്തിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവിനെ കുറിച്ച് പ്രസ്തുത വിധികൾ പ്രത്യേകം അടിവരയിടുന്നുണ്ട്. അങ്ങനെ ഭരണഘടനയുടെ അടിസ്ഥാനം മതേതരത്വമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മൗലിക അവകാശങ്ങളിൽ പ്രത്യേകിച്ചും മതസ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും ഒരു മതേതര സാമൂഹിക ക്രമം കൂടാതെ സാധ്യവുമല്ല. അങ്ങനെ മത, ജാതി, ലിംഗ പരിഗണനകൾ കൂടാതെ
പൗരന്മാർക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് അവസരമൊരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തുടർച്ചയാണ് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന മതേതരത്വം. സംവരണ തത്വങ്ങൾ. എന്നാൽ പരമ്പരാഗതമായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ സമതുലനം ചെയ്യുന്നതിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച സംവരണ തത്വങ്ങളുടെ ലിബറൽ സ്വഭാവത്തെ സാമുദായികമായി അട്ടിമറിച്ച സംഭവങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം വെളിപ്പെടുത്തുന്നത്. പ്രസ്തുത തത്വങ്ങൾ സാമൂഹ്യ നീതിയുടെയോ തുല്യതയുടെയോ രൂപത്തിലല്ല, പ്രത്യേക മതസമുദായങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു അവകാശമായാണ് കണക്കാക്കിയത്. അങ്ങനെ സമുദായോന്മുഖ ദേശീയത മേൽക്കോയ്മ നേടിയെന്ന് പറയാം. 1950 ഓഗസ്റ്റ് 10 അംഗീകരിച്ച അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓർഡർ പ്രസ്തുത പ്രവണതയ്ക്ക് ഊർജം പകരുന്നു. പ്രസ്തുത ഓർഡർ പ്രകാരം ഹിന്ദുമതം അനുവർത്തിക്കാത്ത യാതൊരാളെയും പട്ടികജാതിയായി പരിഗണിക്കുകയില്ല. തുടർന്ന് 1956 സിഖ് മതത്തെയും 1990 ബുദ്ധമതത്തെയും ഈ ഓർഡറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. എന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ മതസമുദായത്തിൽപ്പെട്ട പട്ടികജാതിക്കാർക്ക് മതത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. കൂടാതെ 1989 SC&ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള പരിരക്ഷയും പരിഹാരവും മതത്തിന്റെ പേരിൽ ഇക്കൂട്ടർക്ക് നിഷേധിക്കപ്പെട്ടു. ഇതിനെതിരായി 2013 മുതൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. മാത്രവുമല്ല, സംവരണ ആനുകൂല്യങ്ങൾക്കായി 6 മതസമുദായങ്ങളെയാണ് ഭരണഘടനയുടെ ഷെഡ്യൂളിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഭരണഘടന മൊത്തത്തിൽ തന്നെ ഒരു മത സമുദായത്തിന്റെ ഒരു കളറിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ന്യൂനപക്ഷങ്ങൾക്കോ പിന്നോക്ക വിഭാഗങ്ങൾക്കോ പ്രത്യേക അവകാശങ്ങൾ സംരക്ഷണം വ്യവസ്ഥീകരിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം അവരെ മുഖ്യധാരയിലേക്കും സന്തുലിതാവസ്ഥയിലേക്കും കൊണ്ടുവരികയെന്ന ഉദ്ദേശിക്കുകയായിരുന്നു. എന്നിരുന്നാലും വിവേചനത്തിന്റെ ഒരു ഘടകം സംവരണ തത്വത്തിൽ അന്തർലീനമായി ഉണ്ട്. എന്നാൽ ഇക്കൂട്ടർക്ക് പ്രത്യേക പരിഗണനകൾ വ്യവസ്ഥ ചെയ്തില്ല എങ്കിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ദൗർബല്യവും പരമ്പരാഗതമായി നിലനിൽക്കുന്ന പിന്നോക്ക വിഭാഗത്തിന്റെ അവസ്ഥയും പരിരക്ഷിക്കപ്പെടുമോ എന്നൊരു ആശങ്ക ഇതിന് പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് സംവരണ തത്വത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിവേചനത്തെ സൃഷ്ടിപരമായ ഒരു വിവേചനമായി കണക്കാക്കുന്നതിൽ തെറ്റില്ല. ഇതിന്റെ സ്ഥിരീകരണവും വിശദീകരണവുമായിരുന്നു 1949 മെയ് 11 ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പാർലമെന്റിലോ നിയമസഭകളിലോ സംവരണം ആവശ്യമില്ല എന്ന് നടത്തിയ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം. രൂപപ്പെട്ടുകൊണ്ടിരുന്ന മതേതര രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലായിരിക്കും തങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതമെന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഒരു മതേതര ജനാധിപത്യ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ന്യൂനപക്ഷത്തിന്റെ പ്രതിബദ്ധതയെ മതനിരപേക്ഷതയ്ക്കുള്ള മഹത്തായ സംഭാവനയായി നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രകീർത്തിച്ചു. ഒരു മതേതര ജനാധിപത്യത്തിലെ ന്യൂനപക്ഷമെന്ന നിലയിൽ എല്ലാവരോടുമൊപ്പം തുല്യവും പൂർണ്ണവുമായ അവകാശങ്ങളാണ് ഉള്ളതെന്നും മതത്തിന്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന വിശ്വാസമായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പറ്റിയുള്ള ഏത് രാഷ്ട്രീയ പരിഗണനയ്ക്കും അടിസ്ഥാനമായിരിക്കേണ്ടത് അവർ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മാത്രമാണ്. ഈ ചട്ടക്കൂടിനപ്പുറത്ത് ഏതെങ്കിലും വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ സമവാക്യത്തിലേക്ക് നീങ്ങുകയും അത് മതഭൂരിപക്ഷത്തിന്റെ അംഗീകാരമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇത് ദേശീയ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ഥിരമായ ഒരു ഭൂരിപക്ഷമുണ്ടെന്ന് വന്നാൽ അത് ജനാധിപത്യ വിരുദ്ധവും മതേതര ലംഘനവുമായിരിക്കും. അപ്രകാരം ക്രൈസ്തവ മത ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന വ്യവസ്ഥീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം മതത്തിന്റെ പേരിൽ വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും എല്ലാ ജനങ്ങൾക്കുമുള്ള അവകാശങ്ങളിലെ തുല്യതയാണ്. അതായത് ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അവകാശപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും പരിരക്ഷിക്കപ്പെടുക എന്നതാണ് ന്യൂനപക്ഷാവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സംവിധാനം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് മതന്യൂനപക്ഷങ്ങളുടെ കടമയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുവാനുമുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന 29-30 അനുച്ഛേദങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഈ അവകാശങ്ങളാണ് തങ്ങളുടെ മുഖ്യ അവകാശങ്ങൾ എന്ന് വാദിക്കുകയും
മതസ്വാതന്ത്ര്യവുമായി ഇതിനെ കൂട്ടിക്കുഴച്ച് ഭരണഘടനയുടെ ലിബറൽ സ്വഭാവത്തെ സാമുദായികമായി പ്രയോഗിക്കുന്ന ദയനീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ 7 ദശകങ്ങളായി പ്രത്യേകിച്ചും കേരളത്തിൽ നാം ദർശിക്കുന്നത്. അത് നമ്മുടെ ചരിത്രം ഒരു 57 ചരിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ സംവരണ സമുദായങ്ങൾക്ക് വേണ്ടി അനുവർത്തിച്ച മിക്ക നയപരിപാടികളുടെയും തിക്തഫലങ്ങൾ ഇന്നും രാഷ്ട്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1979 മണ്ഡൽ കമ്മീഷൻ, 92 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, 2005 രാജേന്ദ്ര സച്ചാർ കമ്മിറ്റി, 2008 പാലോളി മുഹമ്മദ് കമ്മിറ്റി, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 80-20 അനുവാദം സംബന്ധിച്ച ഉത്തരവ്, 2011 ഇടതുമുന്നണി സർക്കാരിന്റെ ക്രിസ്തുമത ന്യൂനപക്ഷത്തിന്റെ നിർവചനം, 2014 കേരള ന്യൂനപക്ഷ കമ്മീഷൻ എല്ലാം ന്യൂനപക്ഷത്തിന്റെ മറവിൽ മത സാമുദായിക വർഗീയത പാലൂട്ടി വളർത്തി സാമുദായിക ഐക്യം തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മത സ്വാതന്ത്ര്യമായും ഈശ്വര വിശ്വാസവുമായും ഒക്കെ കൂട്ടിക്കൊഴിച്ച് പ്രയോഗിക്കുന്ന ശൈലി ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ ദർശിക്കാവുന്നതാണ്. അപ്രസക്തവും നിസ്സാരവുമായ വിഷയങ്ങൾ പോലും വർഗീയതയുടെ കണ്ണിലൂടെ കാണിക്കുകയും ചെയ്യുന്ന പ്രവണത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മതസ്വാതന്ത്ര്യവും തുല്യതയും ഉറപ്പാക്കുന്ന ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തിലൂടെയും സംവരണത്തിലൂടെയും അപായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ബഹുവിധ വ്യക്തി തിരിച്ചടയാളമുള്ള ഇന്ത്യയിൽ അവയുടെ എല്ലാം പ്രമുഖ മുഖമുദ്ര ജാതി മതാത്മകതയാണ്. അതുകൊണ്ട് സംവരണ പട്ടികയിൽ കയറിപ്പറ്റാനായി സമുദായങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ആരാണ് കൂടുതൽ പിന്നോക്കക്കാർ എന്ന തർക്കത്തിൽ പോരടിച്ച രാജസ്ഥാനിലെ മീണ, ഗുജ്ജർ വിഭാഗങ്ങളുടെ കലാപവും മറാഠ, പട്ടേൽ, ജാട്ടുകൾ എന്നീ ജാതിവർഗങ്ങൾ നടത്തിയ സമരങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. കേരളത്തിൽ NSSന്റെ സാമ്പത്തിക സംവരണവാദവും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ മതാധിഷ്ഠിത ജാതി വിവേചനം സ്ഥിരപ്രതിഷ്ഠ നേടുന്നുവോ എന്ന് സന്ദേഹിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹിന്ദുത്വം ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ദേശീയ സങ്കല്പങ്ങളെയും മൂല്യങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട് കടുത്ത മതവംശീയ ഭ്രാന്ത് ഇളക്കിവിടുന്നു. ആക്രമങ്ങൾക്ക് വിധേയമാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പലപ്പോഴും അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക് വഴുതി വീഴുന്നുമുണ്ട്. എന്നാൽ ഇത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലത്തെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഹിന്ദുത്വവാദികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതാണ്. ഹിന്ദു രാഷ്ട്രവാദത്തിനെതിരെ വളർന്നു വരുന്ന ഇന്ത്യൻ ജനതയുടെ പ്രതിരോധ സമരങ്ങളെ മതഭിന്നതകളും കലാപങ്ങളും സൃഷ്ടിച്ച് തടയിടുന്നതിന് സർക്കാർ നയപരിപാടികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഹിന്ദു രാഷ്ട്രവാദത്തിനെതിരെ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ അസ്ഥിരമാക്കുന്ന ആസൂത്രിത നീക്കങ്ങൾ വിവിധ രീതികളിൽ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം മതസ്വാതന്ത്ര്യവും തുല്യതയും ഉറപ്പാക്കുന്ന ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തിലൂടെയും വിശ്വാസ സംരക്ഷണത്തിലൂടെയും അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എല്ലാ മതസമുദായങ്ങളിലും രൂപം കൊള്ളുന്ന മതമൗലികതാവാദം പ്രസ്തുത സ്ഥിതിവിശേഷത്തെ സ്ഫോടനാത്മകമാക്കിയിരിക്കുകയുമാണ്. ഹിന്ദുത്വവാദികൾ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്നതിനും മതവൈര്യം സൃഷ്ടിക്കുന്നതിനും ജാഗ്രതയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ കേൾക്കുന്നത്. ഇത് തന്നെയാണ് മതേതരത്വത്തിന് ഭീഷണിയായി ഞാൻ കാണുന്നത്. നമസ്കാരം. താങ്ക് യു ജോൺ ശ്യാമൽ സാറേ. വളരെ മനോഹരമായിട്ട് ഭാരതത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന, രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന, ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ അനൗൺസ്മെൻറ്റിനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ അടുത്ത വെബിനാർ, അതായത് 250ാമത് ലൈവ് വെബിനാർ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 3 രാത്രി 8:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആ വെബിനാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അന്ന് ഈ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരെയും അടുത്ത വെബിനാറിലേക്ക്
ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അനൗൺസ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു. സാറേ, സംവരണത്തെ കുറിച്ചാണ് എനിക്ക് അല്പം ചോദിക്കാനുള്ളത്. ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ സമയങ്ങളിൽ ക്രൈസ്തവ സഭയിലോട്ട് ചേർന്ന ദളിതർക്ക് സംവരണം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ സംവരണം എടുത്തു കളഞ്ഞു. അതൊരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും തലമുറകളായിട്ട് SC LT അതായത് അങ്ങനെയുള്ളവരെല്ലാവരും തലമുറകളായിട്ട് ഇങ്ങനെയുള്ള വിഷമതകൾ അനുഭവിച്ചവരാണ്. അപ്പൊ അവര് ക്രൈസ്തവ സഭയിലോട്ട് ചേർന്നു എന്നതുകൊണ്ട് മാത്രം അവർക്ക് അവകാശം നിഷേധിക്കപ്പെട്ടതൊരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ സംവരണം ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. 50%, 50% കൂടരുതെന്നൊരു ക്ലോസ് ഉണ്ട്. എന്നാൽ അത് പല നിയമനിർമ്മിതിയിലൂടെ 50 കഴിഞ്ഞ് 60 അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് സംവരണം മാത്രമായി തീരുമോ എല്ലാ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ സംവരണം കിട്ടിയവർ ഒരു കാലത്തും ആ സംവരണം എത്ര സാമ്പത്തികമായിട്ട് പുരോഗമിച്ചാലും ആ സംവരണം വേണ്ടാന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല. എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ പിൽക്കാലത്ത് ഇപ്പം ആദ്യം ഒരു 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആണ് സംവരണം ഉദ്ദേശിച്ചിരുന്നത്. അത് ഇപ്പൊ 75 വർഷമായി. അങ്ങനെ എത്ര കാലം അത് തുറന്നുകൊണ്ട് പോകും. ഇവരെല്ലാം സാമ്പത്തികമായിട്ട് ഉയർന്നാലും ഈ സംവരണം എന്നത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കും. ഒരു 100 വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഒരു കൂട്ടം അന്നത്തെ പിന്നോക്കക്കാരായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതേപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം പറയാം. ജോൺ സാമുവൽ സാർ സംസാരിക്കും. ജേക്കബ് സാറ് വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ആ വലിയ ആശങ്കയും ഭീതിയും ഒക്കെ തന്നെയാണ് ആ ചോദ്യങ്ങളിൽ കൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. ഞാൻ സംവരണ തത്വത്തിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ ലോജിക്കിലേക്കോ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മതാടിസ്ഥാനമായി മതജാതീയതയായി പോയി എന്നുള്ളതാണ് എൻ്റെ പ്രധാന പോയിന്റ്. ആ മതജാതീയതയെ കുറച്ചും കൂടെ വ്യക്തമാക്കിയതാണ് 1950 സാറ് പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ ഹിന്ദുക്കളായ പട്ടികജാതിക്കാർ മാത്രമേ സംവരണമുള്ളൂ, അല്ലെങ്കിൽ ബാക്കി മറ്റേ ബുദ്ധമതക്കാർക്കൊക്കെ കൊടുത്തിട്ടുള്ളതില്ല. പക്ഷെങ്കിൽ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും കൊടുത്തില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മതവിവേചനമാണ് എന്നുള്ള പോയിന്റ് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ സംവരണത്തിന്റെ ആ ലോജിക്കിനെ പറ്റി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് അത്രയും ഞാൻ കൂലങ്കഷമായി അതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. ഈ സംവരണം ഈ 50% എന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് ഓരോ ആദ്യം തമിഴ്നാട് പലയിടത്തും അത് കൂടിക്കൊണ്ട് ആ സംവരണ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഇതുകൂടെ ഉണ്ട്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത്. കാരണം പല നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ നടപടികളെല്ലാം തന്നെ ഇന്ന് മതവർഗീയതയെ പാലൂട്ടി വളർത്തുന്നതിന് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതായത് സർക്കാർ കമ്മിറ്റി ആണെങ്കിലും മണ്ഡൽ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും ഇവിടെ 80-20% സംഗതികളാണെങ്കിലും ഇതെല്ലാം തന്നെ മതവർഗീയതയെ പാലൂട്ടി വളർത്താൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിഭാഗം ഒന്ന് മേപ്പോട്ട് പോകുന്നു, മറ്റൊരു വിഭാഗം താഴെ പോകുന്നു. ആ ലോജിക്കിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ബേസിക്കായിട്ട് മത അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പോകുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ കേരള ഗവൺമെന്റ് 52 ജാതികളെ ഇവിടെ മുന്നോക്ക ജാതിക്കാരായിട്ട് പ്രഖ്യാപിക്കും. എന്തോ അടിസ്ഥാനത്തിലാണ്? മതാടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മതാടിസ്ഥാനത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലേഖനത്തിന്റെ ആദ്യം ജാതീയതയുടെ ഒറിജിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്. അത് ഒറിജിനലി വിഭജനമായിരുന്നു. അത് അവസാനം അത് മതാധിഷ്ഠിതമായി തീർന്നു, ജന്മാധിഷ്ഠിതമായി തീർന്നു. അതാണ് ഇന്ന്
RSS അല്ലെങ്കിൽ BJPക്കാരോ കൊണ്ടു നടക്കുന്ന തിയറി. പക്ഷെങ്കിൽ ഈ ജേക്കബ് സാറിന്റെ മനസ്സിൽ കൂടെ പോയ ആ ആശങ്കകൾ ന്യൂനപക്ഷ സമുദായങ്ങള് കണക്കിലെടുത്തുകൊണ്ട് അവർ ചെയ്യുന്നത് എന്തുവാ? പിന്നെ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ആണെന്നുണ്ടെങ്കിൽ കേരള ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതൃത്വമൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാം ഇതിനെ പരോക്ഷമായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ്. ഒന്നും വേണ്ട, ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കേരള ക്രിസ്ത്യൻ കൗൺസിൽ പദയാത്ര നടത്തി. അങ്ങനെ ഹിന്ദു മുസ്ലിം വൈരാഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് BJPക്കാരനെ നോക്കിയിരിക്കുകയായിരുന്നു. അത് അവരെ കൊണ്ട് തന്നെ അവർ ചെയ്യിച്ചെടുത്തു. അതിനിവിടുത്തെ കേരള ക്രിസ്ത്യൻ കൗൺസിൽ നേതൃത്വം മുന്നെടുത്തു നിന്നു, KCBC മുമ്പോട്ട് നിന്നു. ആ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. അതാണ് മതേതരത്വത്തെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുന്നത്. നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇത് മനസ്സിലാക്കുകയും അവരുടെ ഈ കെണിയിൽ പോയി പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് പോയി. അടുത്തത് മിസ്റ്റർ ജെയിംസ്. ഞാൻ ജെയിംസ് ഒറീസയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഈ ഭരണഘടന കൊണ്ടുള്ള പ്രയോജനം ഇന്ത്യയിൽ ലഭിക്കുന്നത് SC ST OBC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഭരണഘടന കൊണ്ടുള്ള നേട്ടം പ്രയോജനം ലഭിക്കുന്നത്. ജനറൽ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കല്ല. കാരണം ജനറൽ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അതിനു മുമ്പ് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ജനറൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ഈ സവിശേഷ അധികാരങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് അന്ന് ഇല്ലാതിരുന്ന വിഭാഗങ്ങൾ SC ST OBC മൈനോറിറ്റി വിഭാഗങ്ങൾക്കാണ് ഭരണഘടന കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത് SC ST OBC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആവശ്യമാണ്, ഉത്തരവാദിത്വമാണ്. ഇത് കൃത്യമായിട്ട് ഈ SC ST OBC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലുണ്ടായ ഒരു വലിയ പരാജയം. ഈ ഭരണഘടന ഇത്രയ്ക്ക് ദുർബലമാക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോഴും ഇതിന്റെ പ്രയോജനം കിട്ടേണ്ടതായ ആളുകൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ സംവരണത്തോട് ബന്ധപ്പെട്ടാണ്. ഈ സംവരണം ഭരണഘടനയിൽ ആദ്യം ഇത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിക്കുന്ന സമയത്ത് സംവരണം ഒരു മൗലിക അവകാശമാണ് അല്ലായിരുന്നു. എന്നാൽ ഈ സംവരണം ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഉടൻ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു ഈ സംവരണത്തിനെതിരെ. അപ്പോൾ ഈക്വൽ റൈറ്റ് എന്നത് വെച്ച് ഈ സംവരണം ശരിയല്ല, നീതിയല്ല എന്നുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പം അത് ഉടൻ തന്നെ തമിഴ്നാട്ടിൽ ഇതിനെതിരെ വലിയ സമരം ആരംഭിക്കുന്നുണ്ട്. അന്ന് പെരിയാർ രാമസ്വാമി ജീവിച്ചിരിക്കുന്ന കാലം തമിഴ്നാട്ടിൽ വലിയ സമരം ആരംഭിക്കുകയും അത് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. കർണാടക, ആന്ധ്ര മേഖലകളിലെല്ലാം വ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റു അംബേദ്കറിനോട് ചോദിക്കുന്നു, അന്ന് നിയമമന്ത്രി അംബേദ്കറാണ്, ഈ വിഷയത്തെ എങ്ങനെ പരിഹരിക്കാൻ നോക്കും? അന്നപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, ഇത് മൗലിക അവകാശത്തിൽ പെടുത്തുക സംവരണം. അപ്പോൾ അന്ന് സംവരണമുള്ളത് SC ST വിഭാഗങ്ങൾക്കേ സംവരണമുള്ളൂ, OBCക്കാർക്കില്ല അന്ന് സംവരണം. കാരണം ഭരണഘടനയിൽ അതിന് മുമ്പ് തന്നെ 32 തന്നെ ഈ വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ SC ST ആളുകൾക്ക് വേണ്ടിയാണ് അംബേദ്കർ വാദിച്ചത്. അവർക്കാണ് അന്ന് സെപ്പറേറ്റ് അസംബ്ലി മണ്ഡലം വരെ കിട്ടുന്നതും എല്ലാം സംവരണം കിട്ടുന്നത്, OBCക്കാർക്കല്ല കിട്ടുന്നത്. ഇപ്പോൾ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്തും ഈ SC STയിൽ വിഭാഗത്തിൽപ്പെട്ടവർക്കേ ഉള്ളൂ സംവരണം, OBCക്കാർക്കില്ല. അത് OBCക്കാർക്ക് കിട്ടാതിരുന്നതിൻ്റെ കാരണം അംബേദ്കർ ഈ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടി സംവരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന പട്ടേൽ പറഞ്ഞു, ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് SC ST ആണ്, അല്ലാതെ ആരാണ് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെന്നുള്ള ചോദ്യമാണ് അംബേദ്കറോട് ചോദിക്കുന്നത്. അപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട് ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്, അതുകൊണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം അതിനന്നപ്പം
ഭരണഘടനയിൽ ഒരു സെക്ഷനിൽ ഏതോ ഒരു സെക്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്താനുള്ള കമ്മീഷനെ രാഷ്ട്രപതി നിയമിക്കണമെന്നും ആ കമ്മീഷൻ എൻക്വയറി നടത്തി ഈ വിഭാഗങ്ങളെല്ലാം കണ്ടെത്തി അവർക്ക് സംവരണമാണ്, അവർക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ അതിന് തുടർന്നുള്ള നാളുകളിൽ നമ്മൾ കാണുന്നത് ഈ പിന്നോക്ക കമ്മീഷനെ നിയമിക്കുന്നില്ല. അപ്പൊ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അംബേദ്കർ ഈ വിഷയത്തിലാണ് മന്ത്രിസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അംബേദ്കർ റിസൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാക്ക കലേർ കമ്മീഷനെ പിന്നെ നിയമിക്കുന്നുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിക്കാതെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. വീണ്ടും അത് 77-ൽ മൊറാർജി ദേശായി ജനതാ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടായ കാരണമുണ്ടാവും. ആ സമയത്ത് ജനതാ പാർട്ടി അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കാക്ക കലേർക്ക് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ. എന്നാൽ മൊറാർജി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഈ വിഷയം വന്നപ്പോൾ മൊറാർജി പറഞ്ഞു ഇതൊരു പഴയ കമ്മീഷൻ റിപ്പോർട്ടാണ്, അതുകൊണ്ട് നമുക്കൊരു പുതിയ കമ്മീഷനെ വെക്കാമെന്ന് പറഞ്ഞു. മണ്ഡൽ കമ്മീഷനെ നിയമിക്കും 77-ൽ. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 80-ലാണ് കൊടുക്കുന്നത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നു. അപ്പൊ അന്ന് മുതൽ ഈ പ്രശ്നം നടക്കുകയാണ്. ഈ OBC പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം കാക്ക കലേർ കമ്മീഷൻ നടത്തിയിരുന്നു. പിന്നെ മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ ഇന്ത്യയിൽ അത് 54% ആളുകളാണ് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നത്. അവർക്ക് ഓരോ ആനുകൂല്യങ്ങളും എഡ്യൂക്കേഷനിലോ തൊഴിലവസരങ്ങളോ ഇന്ത്യയിൽ ലഭിക്കുന്നില്ല എന്ന് കൃത്യമായി കണ്ടെത്തി അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിൽ ഭരണം നടത്തിയ ഒരു പാർട്ടികളും ഇത് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമാണ് അന്ന് കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അനന്തര ഫലമാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. ഈ SC/ST എന്ന് പറയുന്നത് അവര് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരല്ല എന്നുള്ളതാണ്. അത് അംബേദ്കർ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വരും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ SC/ST കമ്മ്യൂണിറ്റി അവർ അൺടച്ചബിൾസ് ആണ്, അവര് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരല്ല. പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നവർ അവരും ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി ഈ ബ്രാഹ്മൺസ് ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിൽ എന്നും ഉണ്ടായിരുന്ന ബ്രാഹ്മൺസ് ആണ്. അവര് വളരെ തന്ത്രപൂർവം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ SC/ST എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ ഹിന്ദുവായിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഹിന്ദു ആദിവാസികൾ മുഴുവൻ ഇന്ത്യയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നുണ്ട്. SC കമ്മ്യൂണിറ്റി ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാം ഇതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ OBC കമ്മ്യൂണിറ്റി ഇപ്പൊ ഈ അടുത്ത സമയങ്ങളിൽ നടക്കുന്ന വലിയൊരു മൂവ്മെന്റ് ബീഹാറിൽ ബുദ്ധനും ബോധോദയം ഉണ്ടായ സ്ഥലം ബ്രാഹ്മൺസ് കൈവശപ്പെടുത്തിയിരിക്കുക. ആ സ്ഥലത്തെ ബ്രാഹ്മൺസിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള വലിയ സമരം ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് ഹിന്ദു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമേ ഇല്ല ഇന്ത്യയിൽ, ലോകത്ത് തന്നെ ഇല്ല. അത് ഹിന്ദു മതം എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെ ഈ ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മൺസ് ഇവിടെയുള്ള OBC SC/ST ആളുകളെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഹിന്ദു. ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു സമ്മാനജനകമായിട്ടുള്ള ശബ്ദമേ അല്ലത്. ഹിന്ദു ശബ്ദം എന്ന് പറയുന്നത് മുഗളന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലുള്ളവരെ പരാജയപ്പെടുത്തി പരാജിതരായിട്ടുള്ള മനുഷ്യരോട് പറഞ്ഞതാണ് നിങ്ങൾ ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന് പറയും. ഹിന്ദു എന്ന് പറയുന്നതിന്റെ അർത്ഥം കള്ളൻ, അക്രമി, ഈ കൊള്ളരുതാത്ത മനുഷ്യൻ എന്നൊക്കെയാണ് ഈ ഹിന്ദു എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ. ഇത് ബ്രാഹ്മൺസ് ഒരിക്കലും അവർ ഹിന്ദു ആണെന്ന് പറയുന്നില്ല, അവർ ബ്രാഹ്മൺസ് ആണെന്ന് തന്നെ പറയും. എന്നാൽ ബ്രാഹ്മൺസ് മറ്റുള്ളവരെ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെയുള്ള SC/ST OBC ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഇത് നമ്മളെ ബ്രാഹ്മൺസ് അപമാനിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശബ്ദമാണ് എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഉടൻ ബ്രാഹ്മൺസ് പറയുന്നു ഹിന്ദു അല്ല, ഇപ്പം സനാതന ധർമ്മമാണെന്ന് പറയാൻ തുടങ്ങി. അപ്പം ഇന്ത്യയിൽ ബ്രാഹ്മൺസ് അത് കോൺഗ്രസിലൂടെ ആയാലും BJP-യിലൂടെ ആയാലും ആം ആദ്മി പാർട്ടിയിലൂടെ ആയാലും തൃണമൂൽ പാർട്ടിയിലൂടെ ആയാലും CPM പാർട്ടിയിലൂടെ ഇതിന്റെ എല്ലാം ലീഡർഷിപ്പ് ബ്രാഹ്മൺസ് ആണ്. അപ്പം ഈ പാർട്ടികളിലൂടെ എല്ലാം ഇന്ത്യയിൽ ബ്രാഹ്മൺസ് അവരുടെ ചില നിലപാടുകൾ അത് RSSന്റെ സപ്പോർട്ടോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവർ കൃത്യമായിട്ട് ഇതിനൊന്നും മനസ്സിലാക്കാനായിട്ട് അവർ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇന്ത്യയിൽ ഇതെല്ലാം മുഴുവൻ മനസ്സിലാക്കി, ഇന്ത്യ മുഴുവൻ.
അവര് ഇപ്പം മുസ്ലിങ്ങളെ അങ്ങനെ ആക്രമിക്കാൻ നോക്കത്തില്ല. അവർ വളരെ ശക്തരായി കഴിഞ്ഞു എല്ലാ സ്ഥലങ്ങളും. അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണം നടത്തി അടിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇന്ത്യയിൽ ബ്രാഹ്മൺസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരാജയം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പരാജയപ്പെടുന്ന സമയത്ത് അവര് മറ്റുള്ളവർക്കെതിരെ ചില അക്രമങ്ങൾ നടക്കുന്നു. അതിന്റെ കാരണം ഇവിടെയുള്ള ഈ ST, SC, OBC ആളുകളെ ഹിന്ദുക്കളായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. മുസ്ലിമിനെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെതിരെ ഇവരെയൊക്കെ അക്രമോത്സുകരായിട്ട് നിലനിർത്തുക. കാരണം ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ യോജിക്കാൻ ഒരു 25 വർഷം വേണം. ഇപ്പൊ ഗുജറാത്തിലൊക്കെ നടന്നതാണ്. 2005 നടന്ന ഒരു കലാപത്തില് ഉണ്ടായതായിട്ടുള്ള ഒരു അകൽച്ച ഈ 20 വർഷം 25 വർഷം പിന്നിടുമ്പോഴും അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്. അപ്പം ഓരോ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കി, അകൽച്ച ഉണ്ടാക്കി, വിദ്വേഷം ഉണ്ടാക്കി എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഒപ്പം നിലനിർത്താനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ മുസ്ലിം കമ്മ്യൂണിറ്റിയോ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഇത് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ളത്. കേരളത്തിന് വെളിയിലൊക്കെയുള്ള ക്രിസ്ത്യൻസ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതിനുള്ള ചില നീക്കങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലൊക്കെയുള്ള ക്രിസ്ത്യൻസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവർ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യൻസ്. അപ്പം ഇതൊക്കെ അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ മതേതരത്വത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. SC, ST, OBC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആവശ്യമാണ്. അതിന് സഹായകരമായ നിലപാടുകൾ, അതുപോലെ തന്നെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ, സാഹോദര്യം എന്നുള്ളത്, ഇതിനെ വളർത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഭരണഘടനയെ നിലനിർത്തണമെങ്കിൽ ഈ സാഹോദര്യത്തെ നമ്മുടെ സമൂഹത്തിൽ വളർത്തിയേ പറ്റൂ. എന്നാൽ നമ്മുടെ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ഈ സാഹോദര്യം വളർത്താനുള്ള നിലപാടുകളല്ല എടുക്കുന്നത് എന്നുള്ളത്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ലീഡർഷിപ്പൊക്കെ ക്രിസ്ത്യൻ ലീഡർഷിപ്പൊക്കെ എടുക്കുന്ന നിലപാടുകൾ വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പം ഇതൊക്കെ ഇനിയും റീതിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ കേരളത്തിനൊക്കെ വെളിയിലുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. SC, ST, OBC വിഭാഗങ്ങളൊക്കെ അവരിൽ തന്നെ സംഘടിതരായി ഈ അനീതിക്കെതിരെ, അടിമത്തത്തിനെതിരെ പോരാടാനായിട്ടുള്ള ഊർജം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുള്ള നാളുകളിൽ അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവിടെ ഒഡീസയിലൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും. ജെയിംസിന്റെ വിശദമായിട്ട് തന്നെ കാര്യമായ ഒരു അനാലിസിസ് നടത്തിയത്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവാതെ തന്നെ ഇതിന്റെ എല്ലാം അണ്ടർലൈനിങ് ആയിട്ടുള്ള പ്രധാന പ്രശ്നം മതാധിഷ്ഠിതമായി എന്നുള്ളതാണ്. നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായി പോയി, ജാതി എന്ന് പറയുന്നത് മതജാതിയായിപ്പോയി. ഇതെല്ലാം തീരുമാനിക്കുന്നത് മതമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ദൈവവിശ്വാസത്തെയും കൂടെ ബന്ധിപ്പിക്കും. അങ്ങനെ ദൈവവിശ്വാസം കൂടെ ചേർത്ത് മതജാതിയും കൂടെ ഒക്കെ ആക്കി ബന്ധത്തേക്ക് ഈ ഒരു വല്ലാത്തൊരു വിഷ്യസ് സർക്കിൾ ബന്ധിപ്പിക്കുകയാണ് നമ്മുടെ ഈ. അത് തന്നെയാണ് ജെയിംസ് പ്രകടിപ്പിച്ചത്. ഞാൻ എൻ്റെ പ്രബന്ധത്തിൻ്റെ എൻ്റെ പ്രധാന വിഷയം അത് തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഇഷ്യൂസിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ പോകാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ മനഃപൂർവ്വം പോകാതിരുന്നതാണ്. കേരളത്തിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വം എങ്ങനെയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമര സമയത്ത് മുതൽ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണിത്. അന്നും ധൈര്യമായിട്ട് ശക്തമായിട്ട് നിന്ന ഏക കമ്മ്യൂണിറ്റി മാർത്തോമ സഭ മാത്രമായിരുന്നു. അതിൽ ഒരു മാർത്തോമക്കാരെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ മാർത്തോമ സഭ അതല്ല. അടുത്ത ശ്രീ KP കുഞ്ഞുമോൻ. ഞാൻ ഇവിടെ സാറിന്റെ പ്രബന്ധം വളരെ നല്ല ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രബന്ധമായിട്ട് കാണുന്നു. രണ്ടാമത് ഇവിടെ നടത്തിയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ജെയിംസ് സാറിന്റെ പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എന്ന് എനിക്ക് രണ്ട് കാര്യം മാത്രമാണ് ഒന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഈ മതേതരത്വം, അതിനകത്ത് ഒരു മതവും ജാതിയും തമ്മിലുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും നമ്മുടെ പലപ്പോഴും
ഒരു എനിക്കൊരു വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഈ ചർച്ചകളിലും അതുപോലെ നമ്മുടെ നീതിപീഠങ്ങളും ഒക്കെ ഈ ജാതിയും മതവും കൂടെ കൂട്ടിക്കഴിക്കുന്നുണ്ട്. ഈ മതം എന്ന് പറയുന്നത് ശരിക്കും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ ജാതി എന്ന് പറയുന്നത് ഒരാൾക്ക് ബൈ ബർത്തായിട്ട് കിട്ടുന്ന, അതുകൊണ്ട് ജാതി ഒരിക്കലും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ മതം നമുക്ക് ഏത് സമയത്തും മാറ്റാം. അപ്പോൾ ഈ മതമെന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഭരണഘടന പറയുന്നത് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഒരാളെ ഒരു മതത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. എന്നാൽ ജാതി ഒരിക്കലും മാറുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ഒരു ശക്തി അതാണ്. അതായത് ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ അയാൾക്ക് ഒരിക്കലും ശൂദ്രനാകാനൊക്കത്തില്ല, ശൂദ്രനായിട്ട് ജനിച്ചാൽ ഒരിക്കലും അയാൾക്ക് ബ്രാഹ്മണനാകാനൊക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആൾക്ക് ഒരിക്കലും ഒരു ബ്രാഹ്മണനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ മതം മാറി എന്നുള്ളത് കൊണ്ട് ഈ ആളുകളുടെ ഈ അവകാശം, അതായത് സംവരണ അവകാശം നിഷേധിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം. അതായത് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന SC/ST വിഭാഗങ്ങൾക്ക് ഈ ആനുകൂല്യം നിഷേധിക്കുന്നത് ഏറ്റവും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾക്ക് ഒക്കെ എതിരായിട്ടുള്ളതെന്ന്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ നീതിപീഠങ്ങളിൽ ഇരിക്കുന്നവരും ഇത് അനുവദിക്കാത്തതെന്ന് പറയുന്നത്? അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ കളി. ഇവിടെ ജെയിംസ് സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കട്ടെ. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഈ പിന്നോക്ക വിഭാഗക്കാര കുറെയൊക്കെ എഡ്യൂക്കേഷൻ ലഭിച്ചതിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ട് അവരിപ്പോൾ ഈ ഭരണഘടനയും അതുപോലെ രാജ്യത്തെ നിയമവ്യവസ്ഥകളും ഒക്കെ കുറെയൊക്കെ പഠിച്ചപ്പോൾ എന്താണ് എന്നൊക്കെ അവർ കുറെയൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ അവരൊരു പ്രൊട്ടസ്റ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഫലമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് കുറെ ആളുകളൊക്കെ കുറച്ച് അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് കുറെ മാറ്റങ്ങളുണ്ട്. എന്നാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഈ ബ്യൂറോക്രാറ്റുകൾ നമ്മളെ ഇന്ത്യയിൽ എടുത്താൽ ആ ബ്യൂറോക്രാറ്റുകളില് ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് സവർണരാ. അപ്പൊ ഈ നിയമങ്ങൾ നിർമ്മിക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ സവർണരായിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ പിന്നോക്ക വിഭാഗപ്പെട്ട ആളുകൾക്ക് എത്ര അവകാശങ്ങളുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മതം മാറിയല്ല. ഇതിപ്പോ ഇന്ത്യയിലെ ഈ ക്രിസ്ത്യൻ മതത്തിന് ഈ SC/ST ആളുകൾക്ക് ക്രിസ്ത്യാനികളായാൽ അവർക്ക് സംവരണം കൊടുക്കാവുന്ന ഒരു ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്തു മതത്തിലേക്ക് മാറും എന്നുള്ളതൊരു സത്യമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് ഒരു കാരണവശാലും നടപ്പി. അത് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സവർണ മേധാവികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന ന്യായാധിപന്മാരും ഒക്കെ ഇതായതുകൊണ്ടാണ്. അപ്പൊ അധികാരം ഒരിക്കലും താഴെ തട്ടിൽ വരരുത്, അധികാരമൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും അപ്പകഷ്ണം തന്നോളാം എന്നുള്ള ഒരു നയമാ. അതാണ് നമ്മുടെ ക്രിസ്തീയ സഭയിലെ നേതാക്കന്മാരും ഇത് വേണ്ട രീതിയിൽ അതിനുവേണ്ടി ഒരു ശബ്ദം ഉയർത്താനൊന്നും അവർ ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് പറയും അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നല്ലാതെ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കുഞ്ഞുമോൻ പങ്കുവെച്ചതും ഇതെല്ലാം ഈ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ജാതി എന്ന് പറയുന്നത് മതമായിട്ട് യാതൊരു ബന്ധമുള്ള സംഗതിയല്ല. പക്ഷെങ്കിൽ ജാതിയെ മതജാതിയാക്കി മാറ്റുകയാണ് സവർണവർഗം ചെയ്യുന്നത്. അത് ഇന്നതെങ്കിൽ വളരെ രൂക്ഷമായി. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ രംഗത്തും മതജാതി വരുമ്പോഴത്തേക്ക് മതബോധത്തെ ചൂഷണം ചെയ്ത്, അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും BJP ആണെന്നുണ്ടെങ്കിൽ ഏത് സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്, ഏത് പാർട്ടിയാണെങ്കിൽ പോലും ഈ മതം എന്നുള്ള ഒരു സംഗതി, മതജാതി എന്നുള്ളതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അത് വോട്ട് ബാങ്ക് ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മതജാതിയെ ബന്ധം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ പ്രവർത്തനത്തിൽ സൂചിപ്പിച്ചത്, ഇവര് മതേതരത്വം അംഗീകരിച്ചത് ഭാവിയിൽ ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മതസാമുദായികതയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും.
അത് മതേതരത്വം ഒരിക്കലും അതിന് എതിര് വരുത്തില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി തന്നെ അവർ അംഗീകരിച്ചത്. അത് തന്നെയാണ് ഇന്നും കാണുന്നത്. അംബേദ്കറിന്റെയൊക്കെ ഉണ്ടായിട്ടുള്ള ആശങ്ക അത് തന്നെയായിരുന്നു. ഭരണഘടന ഇവർക്ക് നെഹ്റു നേതൃത്വം സെക്യുലറിസം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെയും ആശങ്കയൊക്കെ തന്നെയായിരുന്നു. ഗാന്ധിക്കും ഈ ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഗാന്ധി പിന്നെ വേറെ തരത്തിലാണ് അതിനെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി ഇത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. അതിന് ക്രൈസ്തവ സഭകൾ, ന്യൂനപക്ഷങ്ങൾ അതൊന്നും വ്യക്തമായിട്ടുള്ള പഠനങ്ങളോ ചിന്തകളോ നടത്താതെ അവര് അറിയാതെ തന്നെ ഈ മതവർഗീയവാദികളുടെ മുമ്പിൽ ചെന്ന് അടിയറ പറയുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടത്തക്കൊണ്ട്, താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടത്തക്കൊണ്ടുള്ള രീതിയിൽ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇന്ന് നമുക്ക് പണ്ട് കാലത്തുള്ള പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ് ഗവൺമെന്റ്. ബഹുമാനപ്പെട്ട ജോൺ സാമുവൽ സാറിന്റെ പ്രഭാഷണം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. വളരെ ചരിത്രപരമായ ഒരു അന്വേഷണത്തിലൂടെ ബഹുമാനപ്പെട്ട സാറ് അവതരിപ്പിച്ച ആശയങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ചർച്ചയിൽ രൂപപ്പെട്ടു വന്ന ചില കാര്യങ്ങളോട് എനിക്കൊരല്പം വിയോജിപ്പും ഉണ്ട് താൻ. ബഹുമാനപ്പെട്ട ജെയിംസ് ബ്രദർ ഇവിടെ സംസാരിച്ചപ്പോൾ മതേതരത്വം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ ക്രൈസ്തവരുടെ, ക്രിസ്ത്യാനികളുടെ, നമ്മളുടെ ആവശ്യമാണ് എന്ന് പറയുകയുണ്ടായി. അതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാനായിട്ട് കഴിയുന്നില്ല. മതേതരത്വത്തെ നമുക്ക് ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ അവകാശമായിട്ടോ അവരുടെ നിലനിൽപ്പിന്റെ പ്രത്യയശാസ്ത്രമായിട്ടോ കാണുന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് അനിവാര്യമായ ഒന്നാണ് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മതേതരത്വം എന്നും, അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ, മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് മതേതര ദർശനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്ന വിഷയം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും മതങ്ങൾക്ക് ഉള്ള അവകാശമായിട്ടാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നല്ല ഞാൻ കാണുന്നത്. മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ശാക്തീകരണത്തിനും നിലനിൽപ്പിനും അനിവാര്യമായ ഒരു പ്രാണവായു പോലെയുള്ള ഒന്നാണ് മതേതര കാഴ്ചപ്പാട് എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കാണുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ സംവരണവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോഴാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചുമൊക്കെ വന്നിട്ടുള്ളത്. ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപപ്പെടുത്ത കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വർഗീയതയും ജാതീയതയും ഒക്കെ അതിശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നതിനാൽ അതിന്റെ ചില സ്വാധീനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകൃതമായിട്ടുണ്ട് എന്ന് ഞാനും സമ്മതിക്കാൻ തയ്യാറാണ്. എന്നാൽ അതല്ല അതിന്റെ അടിസ്ഥാനപരമായ ഒരു ദർശനം. മറിച്ച് മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തയും കാഴ്ചപ്പാടും സ്വതന്ത്രമായ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മതേതര ദർശനത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവാണ് മതേതരത്വം എന്ന തരത്തിലുമാണ് അതിനെ കാണേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമാണ് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞു, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഒക്കെ വളരെ മതേതരമായ നിലപാടെടുത്ത സഭയാണ് മാർത്തോമാ സഭ എന്ന് പറയുകയുണ്ടായി. നമ്മുടെ മാർത്തോമാ സഭയുടെ കഴിഞ്ഞ മണ്ഡലത്തിലെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് മതേതരത്വം എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സഭയുടെ തന്നെ നേതൃത്വത്തിലുള്ള സഭയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലിരുന്ന ഒരു വ്യക്തി KCCയുടെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്ന പ്രസംഗത്തെ ഒന്ന് അപലപിക്കുവാൻ നാളിതുവരെ ആയിട്ടും മാർത്തോമാ സഭയിലെ ഒരു നേതാക്കന്മാരും ഒരു ബിഷപ്പും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയുണ്ട്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്
ഈ സമീപകാലങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നതായ നിലപാടുകളും എന്റെ മനസാക്ഷിക്ക് കുത്തില്ലാതെ എനിക്ക് പറയാൻ പറ്റും, ഇന്ത്യൻ മതേതരത്വത്തിന്റെ മാറിലേക്ക് കുത്തിക്കയറ്റുന്ന കത്തിയാണ് അത് എന്ന് എനിക്ക് പറയാൻ പറ്റും. RSSന്റെ ആളുകളോ ഫാസിസ്റ്റ് ശക്തികളോ നടത്തുന്ന വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങളെക്കാൾ ഏറ്റവും ഹീനവും നിന്ദ്യവും വർഗീയ വിഷം തുപ്പുന്നതുമായ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ക്രൈസ്തവ നേതാക്കന്മാരിൽ നിന്നും മാർത്തോമാ സഭയുടെ നേതാക്കന്മാരിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ. അതിനെതിരെ പ്രതികരിക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ മതേതരത്വത്തെ കുറിച്ച് നമ്മളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്നുകൊണ്ട്, ഒരു ഭയപ്പാടിൽ നിന്നുകൊണ്ട്, ഇവിടെ RSSന്റെ ഉമ്മാക്കി വന്ന് നമ്മളെയൊക്കെ കൊന്നുകളയും, നമ്മളെയൊക്കെ പരിവർത്തനപ്പെടുത്തി കളയും എന്നുള്ള ഒരു ഉമ്മാക്കി, ഒരു ഭയത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. നേരെ മറിച്ച് നമ്മളുടെ അവബോധങ്ങളെ സൃഷ്ടി ചെയ്യുവാൻ, നമ്മളുടെ നേതാക്കന്മാരെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. KCBCയെ കുറിച്ച് ബഹുമാന പ്രഭാഷകൻ നമ്മുടെ ജോൺ ശാമുവൽ സാർ പറഞ്ഞു, KCBCയുടെ നിലപാടുകളെ കുറിച്ച്. മാർത്തോമാ സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നിലപാടുകളെ വിമർശിക്കുവാനാണ് അതിനേക്കാൾ മുമ്പിൽ എനിക്ക് താല്പര്യം എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വൈകാരികമായി സംസാരിച്ചു എങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രതികരണം അവസാനിപ്പിക്കും. റോയിയുടെ കാഴ്ചപ്പാടാണ്. ഞാൻ പുള്ളി എൻ്റെ ഒരു ചെയ്യുന്ന സംഗതി തന്നെയാണ്. പറ്റിയില്ല, ഞാൻ എൻ്റെ പ്രബന്ധത്തിൽ ഇതേമാതിരിയുള്ള കേസസിലേക്ക് ഞാൻ മനഃപൂർവ്വം പോകാതിരുന്നതാണ്. അല്ല, ഞാൻ പ്രത്യേകം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പല കേസുകളും, അതൊന്നും ഞാൻ അവതരിപ്പിച്ചിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. വളരെ ജോയി പറഞ്ഞതുപോലെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നമ്മുടെ സഭകളിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും വളരെ പുരോഗമനാത്മകവും മതേതരത്വവുമായിട്ടുള്ള ആശയങ്ങളെ റോയി പറഞ്ഞതുപോലെ മാനുഷിക അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ച മാർത്തോമാ സഭ ഇന്ന് എവിടെ നിൽക്കുന്നു? നേതൃത്വം എവിടെ നിൽക്കുന്നു? അതിൻ്റെ ഒരു പ്രധാന നേതാവ് ആണ് റോയി പരാമർശിച്ചത്. ഞാൻ ആ വിഷയത്തിലൊന്നും മനഃപൂർവ്വം പോയിട്ട് സമയം കളയേണ്ടെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഞാൻ കടന്നു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെ എല്ലാം കാരണം ഇതിനെ മത പരിവേഷം അണിഞ്ഞിട്ട് ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. ഏത് കാര്യവും മതമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ആ മതത്തിൽ നിന്നുള്ള ഒരു വലിയ വിമോചനം നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, ദർശനങ്ങളിൽ, വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു അനിവാര്യത ഉണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എൻ്റെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നതും ഏതാണ്ട് ആ ഒരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളതൊന്നും ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ചരിത്രത്തിൽ നിന്ന്, വേദപുസ്തകത്തിൽ നിന്ന് ക്ലിയറായിട്ട് ഓരോ സംഭവങ്ങൾ എടുത്ത്, മാത്രമല്ല നമ്മുടെ വേദശാസ്ത്രത്തിൽ നിന്നും എല്ലാം തന്നെ ഓരോന്നും എടുത്ത് അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അതിനകത്തിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മതാടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തതും നമ്മൾ നോക്കി പാർക്കുന്നതുമായ ദൈവരാജ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ രക്ഷണീയ പ്രവർത്തനത്തോടുകൂടി നമുക്ക് സഹകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അടുത്ത മിസ്റ്റർ രാജു ഫിലിപ്പ് DTO. താങ്ക് യു വിൽസൺ സാർ. ജനാധിപത്യം, മതേതരത്വം ഭീഷണിയിൽ അല്ലെങ്കിൽ സെക്യുലറിസം ട്രയൽ എന്നുള്ള മറ്റേ വിഷയം ആനുകാലികമാണ്. കഴിഞ്ഞ മണ്ഡലത്തിലൊക്കെ ആ വിഷയം അത് തന്നെയാണെന്ന് ഇപ്പോൾ റോയി സാർ പറയുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള ഈ ചർച്ച വളരെ നന്നായി ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ചർച്ച സംഘടിപ്പിച്ച് വളരെ ഗുണമായ ഒരു പ്രബന്ധമാണ് നമ്മുടെ ജോൺ ശാമുവൽ സാർ ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിനെ സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ജനാധിപത്യം എന്നൊക്കെ നമ്മൾ
മിക്കവാറും പറയാറുണ്ട്. ജനാധിപത്യം ഇപ്പോൾ നമ്മുടെ റോയ് സാറും ജനാധിപത്യത്തെ കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളുന്നവരുണ്ടായി. കാരണം ലോകത്തിലേക്ക് ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇന്ത്യയിലുണ്ടോ? പണാധിപത്യമല്ലേ ഉണ്ടാകുന്നത്? പണവും അതുപോലെ തന്നെ കൈക്കരുത്തുള്ളവർക്കല്ലേ എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവും. കാരണം ഡെമോക്രസി റീഡ്സ് വെൽ ഡസൻ ആക്ട് വെൽ എന്ന് തമാശ പറഞ്ഞു. ഡെമോക്രസി എന്ന് പറയുന്നത് നല്ല ആശയമാണ്, പക്ഷേ അത് പ്രായോഗികമല്ലെന്ന് കാലം മുമ്പ് തന്നെ തമാശ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിന്റെ ആണിക്കല്ലുകൾ, ജനാധിപത്യത്തിന്റെ പില്ലേഴ്സ്, 4 പില്ലേഴ്സ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ലെജിസ്ലേറ്റീവ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പ്രസ് എല്ലാം തന്നെ കറക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവർക്ക്, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്. ഭൂരിപക്ഷം ആൾക്കാരും പാവപ്പെട്ടവരാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെന്നുള്ളതാണ് സാധാരണ. ഇപ്പൊ സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ പണക്കാരുടെ ഗവൺമെന്റാണ്. പണക്കാരാണ് അവിടെ. എംപിമാരൊക്കെയും മൾട്ടി ബില്യനേഴ്സാണ്. കാരണം പണം ചെലവാക്കിയാണ് അവർ എംപിമാരായത്. അപ്പം അവർ പണക്കാർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജനാധിപത്യം നമ്മുടെ രാജ്യത്തില്ല. യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്കില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യമേ ഉള്ളൂ. സാമ്പത്തിക സ്വാതന്ത്ര്യമോ അതുപോലെ തന്നെ കൾച്ചറൽ സാംസ്കാരിക സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഈ പറയുന്നതായിട്ടുള്ള റിസർവേഷനൊക്കെ നിർത്തണമെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ എന്തുമാത്രം ആൾക്കാർ ഇപ്പോഴും ഈ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അധപ്പതനം അല്ലെങ്കിൽ അടിമത്തത്തിലാണ്. ഭൂരിപക്ഷം ആൾക്കാരും അടിമത്തത്തിലാണ്. അങ്ങനെയുള്ളവർ അവര് സാമ്പത്തികമായിട്ട് മാത്രമല്ല സാമൂഹികമായിട്ടും അടിമത്തത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന സംവരണവും നിർത്താൻ പറ്റത്തില്ല. പിന്നെ മതേതരത്വം എന്നുള്ളത്, മതേതരത്വം, സെക്യുലറിസം ആൻഡ് സേക്രഡ് എന്നുള്ള 2 കൺസെപ്റ്റിന്റെ ആവശ്യമില്ല. സെന്റ് ജോൺ അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ കള്ളമാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കള്ളനാണ് നാം പറയുന്നത്. തീർച്ചയായിട്ടും നാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്താൽ നാം കള്ളനാണ് നാം പറയുന്നത്. യോഹന്നാൻ 4:20. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് സിദ്ധാന്തം കൊണ്ടാണ്. കാരണം നാം ദൈവത്തെ പിതാവ് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെയും നമ്മുടെ സഹോദരന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ജാതിപരമായിട്ട് അവരെ കാണേണ്ട ആവശ്യമില്ല. വ്യത്യസ്ത ജാതിയിലുള്ളവരെ നമ്മുടെ സഹോദരന്മാരായിട്ട് കാണാൻ സാധിക്കുന്നു. വ്യത്യസ്ത സാമൂഹിക അവസ്ഥയിലുള്ളവരെ സഹോദരന്മാരായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തീയ സാക്ഷ്യം നമുക്കുണ്ടാകും. നമ്മൾ യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പിതാവായി നമ്മൾ അംഗീകരിക്കുമ്പോൾ എല്ലാവരും, അതായത് ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. ആ രീതിയിൽ കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ മുൻവിധിയോടുകൂടിയാണ്, വളരെയധികം വർഷതയോടുകൂടിയാണ് പലരെയും നമ്മളെ അല്ലെങ്കിൽ അവർ വളരെയധികം മുൻവിധിയോടുകൂടിയാണ് നമ്മൾ പലരും കാണുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറയുമ്പോൾ ഉദ്ദേശിച്ചത് ജനാധിപത്യം എന്ന് പറയുന്ന അല്ലാതെ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ ഈ BJPക്ക് 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ആ വാക്ക് തന്നെ അവരെടുത്ത് കളഞ്ഞാലും, മതേതരത്വം എന്നുള്ള വാക്ക് തന്നെ അവരെടുത്ത് കളഞ്ഞാലും. അത്ര വലിയ ഭീഷണിയാണ് നമ്മൾ നേരിടുന്നത്. ഈ ജനാധിപത്യം കൊണ്ട് എന്താണ് പ്രയോജനം ഞാൻ ചിന്തിക്കുക. അത് ഇവിടെ എല്ലാം തന്നെ ജനാധിപത്യം നടക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളതായ അതിന്റെ നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ എല്ലാ ആണിക്കല്ലുകളും എല്ലാവിധമായിട്ടും എല്ലാ കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ടുള്ള, അതായത് ഒരു സംഘടിതമായിട്ടുള്ള ഒരു സമരത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്ക് ഇന്ത്യയിൽ കർഷകര് അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് അവർ ഒരുമിച്ച് സമരം ചെയ്തപ്പോഴാണ്. അതുപോലെ ഒരു സമരം നമ്മുടെ ആയുധമായി തീർന്നു. ജനാധിപത്യത്തിന്റെ 5ാമത്തെ പില്ലറായിട്ടും 5ാമത്തെ സ്റ്റേറ്റായിട്ടും സമരം മാറണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കാൻ
നമുക്ക് സാധിക്കണം. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. രാജകുലിപ്പിനുള്ള ഒരു നല്ല മറുപടിയാണ് ഞാൻ ആദ്യം പ്രസ്താവിച്ച അംബേദ്കറിന്റെ പ്രസ്താവന. രാജുവിന്റെ ആശങ്കകളും സംശയങ്ങളും എല്ലാം തന്നെ അംബേദ്കറിന്റെ ആ പ്രസ്താവനയ്ക്കകത്ത് വരുന്നുണ്ട്. മിസ്റ്റർ ജിബു ചെറിയാൻ. Yes. The topic for today is secularism on trial. I am voicing my thoughts about it. Mr. John Samuel, I do not expect you to react, but everybody can listen to the thoughts. Now, one thing that we have totally omitted is the very definition of the word secular generally means something that is not related to religion or religious matters. So under this particular circumstance, it basically means the separation of the church or the religious body from the state. And secularism is a very fundamental common sense, involves the separation of religious institutions and practices from the government. It basically means a neutrality. So if you really look at it, the very few constitutions in the world have the word secular built into it. France was the first, USA followed, and then India followed. And then it is also there in the constitutions of Italy and Nepal. Now, what happened with France was with the French Revolution, which says liberty, equality, and fraternity. They wanted the state to be different from the activities of any religious matters. And also don't forget, France in the time of French Revolution and the writing of the Constitution was by and large a Christian state. The Christian state did not want to interfere in the running of the country. So that is how it came into effect. Now with India, what happened was when 1946-47, all the Hindu-Muslim riots, everything, and the Constituent Assembly met subsequently, and they wanted a place with a Hindu majority, but allowing all religions to expect themselves. So that is where this concept of secular has come. Now, if I could understand from some of the people that their concept of secular is getting into some other gray areas of scheduled caste, scheduled tribe, etc., etc., that is not secularism at all. Secularism is independence of the church and the state. By and large, we were following it. In the last few things, and from the time of the Constituent Assembly onwards, this narrowness has been blurred, because in the time of elections, religion makes a big comeback with 20% Muslims at that time, 2% Christians, all India, even today. You know, this secular by itself, the church was not interfering. Sorry, the state was not interfering with the religions. But in the last few years, we find that yes, that foreign exchange bill, certain other things, now the recent legislation which has passed, etc., etc., they are defining the scope of what it is in the different other religions of theirs. But that is also quite a dangerous thing. But the people who can state their rights and fight for it, they by and large will remain secular, because there has been no legislation from the government in which Christians only Christians are affected, because that foreign exchange bill affects the Parsis, affects the Jains, affects the Muslims, affects the Boris, affects everybody else. But it has been a tightening of resources. So because of that, you cannot say that the state is anti-religion. The state has been not defining the rules on which certain things have happened. State, if it interferes too much in the running of, say, churches or anything, then you can say we are not secular. But certain events which have happened recently, Bihar, Gujarat, etc., etc., are breakaway factions, or maybe factions supported by the government of that particular place. And there have been many instances of that. Or
post that effect, the police of that place or something has not taken action as per the legal principles and got those people arrested, etc. So, whether secularism is on trial? Yes, secularism has started to be on trial, with the state by itself exercising its right to interfere into certain places. But when we see it from the outside as Christians, the state is also interfering in the running of the temples. Majority religion, streamlining their own places. If that had happened to Christian churches, there would have been a big hue and cry. And after a few days, that hue and cry also keeps down. Yes, secularism the division or the separation of the church and the state has got is totally blurred at the time of elections. Why? Our own bishops, I mean, not the Mar Thoma bishops, other bishops have lent support externally through sermons and from the church pulpit to certain parties. So when we as Christians themselves are willing to take this thing and we are in an indirect manner supporting the state, then it is wrong of us to cry wolf or cry over spilt milk when the state then tightens something on in the name of governance, in the name of administration or something else. Yes, in Kerala, again, the lines are blurred. It's not watertight compartments. So secularism will happen when our religious leaders also toe the line, support our followers on the ground, and in case of any atrocities, make a noise with the government to say that this is not what it should be. Look, I don't want to take names, but in Delhi, certain high-placed Christians always go and protest with the government, whether it's Congress or any other government, when atrocities are taking place against Christians. And because of that, there is a monitoring of this. Now, you might even know that in the recent visit of Trump, after the recent visit of Trump, Manipur has seen a lot of change. Again, when the state interfered in a majority Christian state, now it's going back. So separation of the state and the church, separation of the state and the majority religious body is important to follow the lines as laid down in the Indian Constitution. So let us be very clear about the definition of secularism. Let us not think of some nebulous thing where the church is involved. It basically means the state, whether it's Trivandrum or Delhi, does not interfere in our religious practices or constrain our administration. Thanks. I can talk a lot more, but everybody starts getting jumpy when I talk too much. So I'm stopping now. Thanks. അല്ല, ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയേണ്ടതെന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല സെക്യുലറിസത്തെ പറ്റിയുള്ള നല്ല ഒരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. ഇപ്പോഴും അത് വെരി ക്ലിയർ. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഫിലിപ്പൻ തോമസ് സാറുണ്ട്. സാറൊന്ന് പ്രതികരിക്കുന്നത് നല്ലതായിരിക്കും. അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതായിരിക്കും. ഏറ്റവും ബഹുമാനായ മോഡറേറ്റർ രാജീവഞ്ചേരി അച്ഛൻ, ഇന്നത്തെ പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജോൺ സാമുവൽ സാർ, ഇന്ന് പങ്കെടുക്കുന്ന ലൈറ്റ് ടു ലൈറ്റിലെ എല്ലാ പ്രിയ അംഗങ്ങളുമേ, ഏവർക്കും സ്നേഹവന്ദനം. 249ാമത് വെബിനാറിന്റെ സമാപന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഏറ്റവും കാലികമായ പ്രസക്തിയുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച നടത്തിയത്. ഇന്ന് പാർട്ടിസിപ്പൻസ് വളരെ കുറവായിരുന്നു. എന്താണ് എന്ന് എനിക്ക് അറിയില്ല. ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയമായിരുന്നു ഇന്നത്തേത്. അതും വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺ സാമുവൽ സാറാണ് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. ബഹുമാനപ്പെട്ട ജോൺ സാമുവൽ സാറിനെ കുറിച്ച്
നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചു. സാറിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും മാർത്തോമാ സഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എപ്രകാരം അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ളതിനെ കുറിച്ചും. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ജോൺ ശാമുവേൽ സാറിനെ കുറിച്ച് പറഞ്ഞത് മാർത്തോമാ സഭയിലെ തീപ്പന്തം എന്നാണ് പറഞ്ഞത്. അത്ര കണ്ട് ജ്വലിച്ചു നിൽക്കുന്ന തീവ്രമായ ആശയങ്ങളോടുകൂടി ഇന്നും വളരെ ശക്തമായ നിലപാടുകളോടുകൂടി നിൽക്കുന്ന ജോൺ ശാമുവേൽ സാറ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയും സാറിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സാറ് രണ്ടാമത് ഉള്ള ഒരു പുസ്തകത്തിന്റെ രചനയിലായിരുന്നു. അടുത്ത മാസം ആ പുസ്തകം പുറത്തേക്ക് വരികയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പേരിലുള്ള ഒരു പുസ്തകം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ്. എനിക്ക് ബഹുമാനപ്പെട്ട സാറിനോട് പറയാനുള്ളത്, ഈ മതേതരത്വത്തെക്കുറിച്ച് വിസ്താര വിധേയമാകുന്ന ഇന്ത്യൻ മതേതരത്വത്തെ കുറിച്ച് ഒരു പുസ്തകം ബഹുമാനപ്പെട്ട സാർ എഴുതണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സാറിന് അതിൻ്റെ ഒരു അടിത്തറ ഉണ്ട് എന്ന് ഇന്നത്തെ പ്രഭാഷണം വെളിവാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാറിന് എല്ലാവിധമായ ആശംസകളും നന്മകളും നേരുന്നതോടൊപ്പം ഇന്ന് ലൈറ്റ് ടു ലൈറ്റിന്റെ ക്ഷണം സ്വീകരിച്ച് സെക്കുലറിസം ഓൺ ട്രയൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തിയ ജോൺ ശാമുവേൽ സാറിനോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ ഇന്ന് ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട വിൽസൺ സാറ് സൂചിപ്പിച്ചതുപോലെ ലൈറ്റ് ടു ലൈറ്റിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനോടുള്ളതായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും അതുപോലെ ഗാനത്തിനും നേതൃത്വം നൽകിയ ബെന്നി പരിമണം സാറിനോടുള്ളതായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് നടത്തിയ വി ഐ ജേക്കബ് സാറ് ഈ സെമിനാറിന്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം നൽകി ലൈറ്റ് ടു ലൈറ്റിനെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിൽസൺ സാറാണ്. വിൽസൺ സാറിന്റെ നേതൃത്വം ലൈറ്റ് ടു ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും സാറിന്റെ കരുത്തുറ്റതായ ഈ നേതൃത്വമാണ് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട സാറിനോടുള്ളതായ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജോസ് നേരോൾ സാറിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇനിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനരായ വ്യക്തിത്വം, ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും, ഏവരോടും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രാജു അഞ്ചേരി അച്ഛനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ 249 വെബിനാറിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപകളെ അവിടുന്ന് ദാനം ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളും വിശദമായി നിന്റെ മൈലിലൂടെ കേൾക്കുവാനിടയായല്ലോ. ദൈവമായ കർത്താവേ, ഇന്നത്തെ ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പും ഉത്കണ്ഠകളോടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങൾ കൂടുതൽ ബോധവാന്മാരായി തീരുവാനും ഞങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും നീതി സാധ്യമായി തീരത്തക്ക വിധത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പങ്കെടുത്തവരൊക്കെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരും കൂടെയും നാം കേട്ട ചിന്തകളോട് കൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.